ഗുഡ് മോർണിംഗ്. പതിവ് പോലെ ഇവിടെ ഇന്നും മഞ്ഞും തണുപ്പും ഒക്കെ തന്നെയാണ്. സ്കൂളിൽ പോകാനായിട്ട് മോനെ വിളിക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക്. കിച്ചണിൽ കയറിയിട്ട് ഞാൻ ആദ്യം തന്നെ ഓടിപ്പോയി നോക്കിയത് തലേന്ന് അരച്ചു വെച്ച ദോശമാവ് പൊളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നായിരുന്നു. ഈ ദോശമാവ് ഇങ്ങനെ പൊളിച്ചു പൊങ്ങിയത് കാണുന്നത് ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ഇന്നലെ കുറച്ച് നേരത്തെ തന്നെ ഞാൻ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എണീറ്റിട്ടും ഒരു ഉഷാറ് വരാഞ്ഞിട്ട് ഞാൻ കരുതി നല്ല കടുപ്പത്തിലൊരു ചായ കുടിച്ചിട്ടാവാം ബാക്കി ജോലികളൊക്കെ എന്ന്. സ്ഥിരമായിട്ട് രാവിലെ ചായയും കാപ്പിയും ഒന്നും കുടിക്കുന്ന ഒരു ശീലം ഇവിടെ ആർക്കും ഇല്ല. പിന്നെ ഇതുപോലെ നല്ല തണുപ്പൊക്കെയുള്ള ദിവസങ്ങളിൽ രാവിലെ നല്ല ചൂടോടൊരു ചായ കുടിക്കുമ്പോഴത്തേക്കിനും മൊത്തത്തിലൊരു ഉഷാറ് വന്ന പോലെ ഒരു ഫീലിംഗ് വരുമല്ലോ. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് കൂടുതലായിട്ടും ഇവിടെ രാവിലെ ചായ വയ്ക്കാറ്. നമ്മൾ മലയാളികളുടെ വീട്ടിൽ എന്നും ഒരു കംഫർട്ട് ഫുഡ് തന്നെയാണല്ലോ ദോശയും ചമ്മന്തിയും. അപ്പോൾ ഞാനും ഇന്ന് ദോശയ്ക്ക് ചമ്മന്തി തന്നെയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ പൊട്ടിച്ച് വെള്ളം എടുക്കുമ്പോഴേ ഒരാളിവിടെ ഹാജരാവുന്നുണ്ട്. അങ്ങനെ തേങ്ങാവെള്ളമൊക്കെ കൊടുത്തിട്ട് ഞാൻ തേങ്ങയൊക്കെ പെട്ടെന്ന് ചിരകിയെടുത്തു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ദോശ ചുടുന്നതാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്നും ഞങ്ങളുടെ വീട്ടിൽ ദോശയായിരിക്കും. അടുക്കളയിലോട്ട് ചെന്നിട്ട് ഇന്നെന്താ അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് ചോദിച്ചിട്ടുള്ള അടുത്ത ചോദ്യം ഇന്നും ദോശയാണോ എന്നായിരിക്കും. അപ്പം നമ്മൾ തന്നെ അടുക്കളയിൽ കയറിയാലേ നമ്മുടെ വയറ് നിറയുള്ളൂ എന്നുള്ള അവസ്ഥയായപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനും ദോശയും ചമ്മന്തിയും ഫാനാണ്. തലേന്ന് ദോശമാവ് അരച്ചു വെച്ച് ദോശയും ചുട്ട് ഒരു ചമ്മന്തിയും ആക്കിയാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഓക്കെയാണ്. പിന്നെ അത്യാവശ്യം എല്ലാവർക്കും ഇവിടെ ദോശയും ചമ്മന്തിയും നല്ല ഇഷ്ടവുമാണ്. സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകുന്ന തിരക്ക് കഴിഞ്ഞിട്ടേ ഞാൻ എനിക്കുള്ള ദോശ ചുടാറുള്ളൂ. അപ്പോൾ നല്ല ചൂടോടെ ദോശ ചുട്ടിട്ട് ചൂടോടെ ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാനും സമാധാനമായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഈ തണുപ്പത്ത് നല്ല ചൂട് മുരുമുര ദോശയും നല്ല അടിപൊളി ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പിന്നെ കാണാം. ബായ്.